ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കാട്ടുപോത്തിനെ പറ്റിയാണ്. കാട്ടി എന്ന പേരുള്ള കാട്ടുപോത്തിൻ്റെ ശരീരപ്രകൃതി വളരെ ദൃഢമായ പേശികളോട് കൂടിയവയാണ്. ശക്തിയുടെ കാര്യത്തിൽ ചിലപ്പോൾ കടുവയെ പോലും കീഴടക്കാൻ ഇവർക്ക് സാധിക്കും. ലോകത്തിൽ 15,000 മുതൽ 30,000 മാത്രമേ ഇപ്പോൾ കാട്ടുകൾ ജീവിച്ചിരിപ്പുള്ളത്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്ന ഗൗർ എന്ന മൃഗമാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ചൈന, മ്യാൻമാർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, തായ്ലാൻഡ്, ഇന്ത്യ, വിയറ്റ്നാം, ലാവോസ്, കംബോഡിയ മുതലായ രാജ്യങ്ങളിൽ ഉള്ള കാട്ടുപോത്തുകളിൽ ഭൂരിഭാഗവും ഇന്ത്യയിലാണ് ഉള്ളത്. പശ്ചിമഘട്ടത്തിലാണ് 80% കാട്ടുപോത്തുകൾ ഉള്ളത്. വയനാട്, നാഗർകോവിൽ, പെരിയാർ ടൈഗർ റിസർവ് വനം, സൈലന്റ് വാലി, കർണാടകയിലെ ഭദ്ര, മുതുമല, ത്രിപുര എന്നിവിടങ്ങളിലും കാട്ടുപോത്തിനെ കാണാം. നിത്യഹരിത വനങ്ങളിലും വരണ്ട ഇലപൊഴിയും കാടുകളിലും വെള്ളം ലഭിക്കുന്ന മലയടിവാരങ്ങളിലും മറ്റുമാണ് അധികവും ഇവ താമസിക്കാറുള്ളത്. 6300 വർഷങ്ങൾക്ക് മുമ്പ് കുളമ്പുള്ള സസ്തനികളിൽ ഉൾപ്പെടുന്ന ബുവീനെ എന്ന ഉപകുടുംബത്തിൽ പെടുന്നവയാണ് ഇന്ന് നാം കാണുന്ന വളർത്തുമൃഗങ്ങളായ പശു, കാള, പോത്ത്, എരുമ മുതലായവയൊക്കെ. കുളമ്പുള്ള സസ്തനങ്ങളിൽ ബുവീഡോ എന്ന ബൂസ് ഉപകുടുംബത്തിലാണ് കാട്ടുപോത്തുകൾ ഉൾപ്പെടുന്നത്. കാട്ടുപോത്തുകൾക്ക് ഇന്ന് നാം കാണുന്ന കന്നുകാലികളുമായി ബന്ധമില്ല. ഇന്ന് നാം കാണുന്ന വളർത്തുപോത്ത് വർഗ്ഗങ്ങളെല്ലാം ചതുപ്പ് സ്ഥലങ്ങളും കുളങ്ങളും വെള്ളവുമൊക്കെ കണ്ടാൽ അതിൽ കടക്കാൻ ഇഷ്ടപ്പെടുന്നത് കാണാം. എന്നാൽ അത്തരക്കാരല്ല കാട്ടുപോത്തുകൾ. നാട്ടിൽ വളരുന്ന പോത്തുകൾക്കും മറ്റും വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ വെള്ളത്തിൽ കിടക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാട്ടുപോത്തുകൾ അങ്ങനെ ചെയ്യാറില്ല. ശരീരം തണുപ്പിക്കാറുമില്ല. പോത്തുകളിൽ ആൺപെൺ വർഗ്ഗങ്ങൾക്ക് ബഫല്ലോ എന്നാണ് പറയാറുള്ളത്. എരുമയാണെങ്കിൽ ഷീ ബഫല്ലോ എന്ന് പറയും. യുബാലിസ് എന്ന ജനസിൽപ്പെടുന്ന ജീവിയാണ് കാട്ടുപോത്ത്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്നത് ഫെറൽ ബഫല്ലോ ആണ്. മുതിർന്ന കാട്ടുപോത്തുകൾക്ക് 1500 കിലോഗ്രാം ഭാരവും 6 അടി ഉയരവും ഉണ്ടായിരിക്കും. ആഞ്ഞ തൊലിയും കടും കറുപ്പും നിറഞ്ഞ തവിട്ട് നിറത്തോടു കൂടിയുള്ളതാണ്. പ്രായം കൂടുന്തോറും ഇരുണ്ട കറുപ്പ് നിറമായി മാറുകയും ചെയ്യുന്നു. വലിയ ചെവികളും വളഞ്ഞ വലിയ കൊമ്പുകൾക്ക് പച്ച മഞ്ഞ കലർന്ന നിറവും കൊമ്പിൻ്റെ അഗ്രഭാഗം കറുപ്പ് നിറത്തിലും കാണാം. നെറ്റിയിലേക്ക് താഴെ കിടക്കുന്ന പൂഞ്ഞയും മുന്നോട്ട് തള്ളി കോൺവെക്സ് ആകൃതിയിലുള്ള കണ്ണുകളും മുതുക് ഒരു വരമ്പ് പോലെയും ചെറിയ വാലുമാണ് കാട്ടുപോത്തിനുള്ളത്. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്നത് സോക്സ് ഇട്ട പോലെയാണ് ഇവയുടെ കാലുകൾ. കാട്ടുപോത്തുകൾ സസ്യഭുക്കുകളാണ്. ഇലകളും പുല്ലും പഴങ്ങളും ചിലപ്പോൾ തേക്ക് മുതലായ മരങ്ങളും തൊലിയും ഭക്ഷിക്കാറുണ്ട്. ഇവ രാത്രിയിൽ അധികം പേര് വിശ്രമിക്കുന്നവരാണ്. പുലർക്കാലത്ത് ഇവ കൂട്ടമായി മേയാൻ പോകുന്നത് അധികവും മനുഷ്യരെ കണ്ടാൽ ഒഴിഞ്ഞു പോകാറാണ് പതിവ്. എങ്കിലും ഇണചേരൽ കാലത്ത് ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട്. ആൺകാട്ടുപോത്തുകളും പെൺകാട്ടുപോത്തുകളും വെവ്വേറെ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കാറുള്ളത്. വേനൽക്കാലങ്ങളിൽ കാട്ടുപോത്തുകളെ ചെള്ള്, പ്രാണികൾ മുതലായവ ശല്യം ചെയ്യുമ്പോഴും ആക്രമണ സ്വഭാവം കാണിക്കുന്നു. കാട്ടുപോത്തുകളുടെ കുട്ടികളുടെ നിറം ബ്രൗൺ നിറത്തിലായിരിക്കും. ഇവ അധികം ആൾപെരുമാറ്റം കുറഞ്ഞ കാട്ടിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.